ഹലോ ചങ്ങായിമാരെ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നാട്ടിലാണ്. അപ്പോൾ ഇന്ന് തിരിച്ച് ബാംഗ്ലൂരിൽ തന്നെ പോകും, ഈവനിങ് പോകും. അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ഫിലിം കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മുടെ സന്ധ്യ തിയേറ്ററിലേക്ക് പോയിട്ട് ഒരു ഫിലിമായിട്ട് കണ്ടു. ഓഫീസർ ഓൺ ഡ്യൂട്ടി, നമ്മുടെ കുഞ്ചാക്കോവൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം. അടിപൊളി പടമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കുഞ്ചാക്കോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ ജിത്തു അഷ്റഫ്, നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ഗ്യാങ്ങിലുള്ള ആളാണെന്ന് തോന്നുന്നു, സ്ക്വാഡിലുള്ള ആളാണെന്ന് തോന്നുന്നു. ജിത്തു അഷ്റഫ്, അദ്ദേഹം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണ് ജിത്തുവിൻ്റെ കൂടെ. അപ്പോൾ ജിത്തു അഷ്റഫ്, അതേപോലെ നിർമ്മാണം മാർട്ടിൻ പ്രക്കാട്, നമ്മുടെ ചാർലിൻ്റെയും അതേപോലെ ബെസ്റ്റ് ആക്ടർ ഡയറക്ടർ പുള്ളിയാണ് ഇതിൻ്റെ നിർമ്മാണം. പിന്നെ താരങ്ങളെ പറയുകയാണെങ്കിൽ നമ്മുടെ റംസാനാണ് വില്ലനായിട്ട് വന്നുള്ളത്, അതേപോലെ വൈശാഖും. അപ്പോൾ പിന്നെ പ്രിയാമണി നായികയുടെ നമ്മുടെ പ്രിയാമണിയാണുള്ളത്. ഇതിൽ വൈശാഖിൻ്റെയും അതേപോലെ റംസാൻ്റെയും ക്യാരക്ടർ കറക്റ്റായിട്ട് അവർ ഫ്ലെക്സൊക്കെ അടിക്കുന്ന ഒരു വില്ലൻ ടച്ചല്ല വില്ലന്മാർ. അപ്പോൾ ഇവർ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റംസാൻ ആയിക്കോട്ടെ വൈശാഖ് ആയിക്കോട്ടെ. റംസാനെക്കാട്ട് കുറച്ചും കൂടെ റോളുള്ളത് ചെയ്യാനുള്ളത് വൈശാഖിനാണ്. ത്രൂ ഔട്ട് വൈശാഖിനാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് വൈശാഖാണ് എനിക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. റംസാൻ കുറച്ച് സീനിൽ വന്നിട്ട് പോകുന്നൊരു സീനാണ്, റോളാണ്. അപ്പോൾ ഇവർ രണ്ടാളും എന്താ പറയുക, ക്യാരക്ടർ പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുഞ്ചാക്കോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ കിട്ടിയ റോളുണ്ടല്ലോ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആ ഒരു ഫാമിലി മാനായിട്ടും ഒരു ഓഫീസറായിട്ടും അതിൻ്റെ ആ ഇമോഷണൽ ടച്ചെല്ലാം കറക്റ്റ് ഫീൽ ഗുഡിൽ കുഞ്ചാക്കോ ബോബൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രിയാമണി പിന്നെ ഒരു വൈഫായിട്ടുള്ള റോള്, ചെറിയൊരു റോളാണ്. നായികയാണെങ്കിൽ പോലും അവളും കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റു താരങ്ങൾ വൈശാഖ്, റംസാൻ, പിന്നെ അമർ അക്ബർ അന്തോണിയില്ലേ, അതിലെ കുട്ടി, ചെറിയ കുട്ടി, അവളാണ് ഇവൻ്റെ കുഞ്ചാക്കോവൻ്റെ മോളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ട് തന്നെ അവളും ആ ക്യാരക്ടർ എന്താ പറയുക, ക്യാരക്ടറിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പടം 2.5 മണിക്കൂറാണ്. അപ്പോൾ അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 5 മിനിറ്റും മാക്സിമം, 2 മണിക്കൂർ മതി, 2 മണിക്കൂർ 5 മിനിറ്റും കൊണ്ട് തീർക്കേണ്ട പടം സെക്കൻഡ് ഹാഫിൽ പഠിച്ചങ്ങ് നീട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ പോരായ്മ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പടം തിരക്കഥ, സംഭാഷണം, ഡയറക്ഷന്, പിന്നെ DOP എല്ലാം ഒരു രക്ഷയിലട്ട മക്കളെ. ഈ ഒരൊറ്റ നെഗറ്റീവ്സ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂർ 5 മിനിറ്റ് കൊണ്ട് നിർത്തിയില്ലെങ്കിൽ, 5 മിനിറ്റ് മാക്സിമം കൊടുക്കുന്ന ടൈമാട്ടോ, നിർത്തിയിരുന്നെങ്കിൽ പടം ഉണ്ടല്ലോ വേറെ ലെവലിൽ ഇങ്ങനെ പോയാലേ. ഇത് സെക്കൻഡ് ഹാഫിൽ വലിച്ചിങ്ങോട്ട് നീട്ടുന്ന ഒരു ഫീൽ നമുക്കുണ്ടാകും. അതൊറ്റ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് തന്നെ എടുത്തു പറയാനുള്ളത്, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ ജെയ്ക്സ് ബിജോയ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. സോങ്സൊക്കെ സൂപ്പറാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ജഗദീഷ് ഏട്ടൻ ഒരു KSRTC കണ്ടക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, ജഗദീഷ് ഏട്ടൻ്റെ മോള് മരണപ്പെടുന്ന സീനൊക്കെ ഉണ്ട്, കുറേ ഇമോഷണൽ സീനുകളൊക്കെ ജഗദീഷ് ഏട്ടൻ എന്താ പറയുക പൊളിച്ചടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു മാനമോഷണം, അതിൻ്റെ ഇതിൽ കൂടിയാണ് പടം മുന്നോട്ട് പോകുന്നത്. ബാക്കി കഥയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിൽ പോകുന്നൊരു നമുക്ക് പ്രേക്ഷകൻ എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്ന തിയേറ്ററിൽ അത് അത്രത്തോളം നമുക്ക് എന്താ പറയുക, നമുക്ക് തൃപ്തി തരുന്നൊരു പടമാണ്. പടത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു പ്രേക്ഷകർ എങ്ങനെ നമുക്ക് ഒരു പടം കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും തൃപ്തി വരും, 100% തൃപ്തി വരുന്നൊരു പടമാണ്. എനിക്ക് ഒറ്റ നെഗറ്റീവ്സ് മാത്രമേ പറയുള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ലാഗ് മാത്രമല്ല, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് മാത്രം. അല്ലാതെ നോക്കുകയാണെങ്കിൽ പടം ഉണ്ടല്ലോ ഒരു നെഗറ്റീവ്സും പറയാനില്ല. പിന്നെ അതിൽ എടുത്തു പറയാനുള്ളത്, എൻ്റെ സ്വന്തം ബാംഗ്ലൂരിലെ നമ്മുടെ മണിയേട്ടൻ, നമ്മുടെ ഡെൽറ്റ മണിയേട്ടന് ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് ചെറിയൊരു സീനൊക്കെയാണ്. ഒരിക്കലല്ല മക്കളെ, എൻ്റെ ബാംഗ്ലൂരിലെ സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണണം. നമ്മുടെ മണിയേട്ടൻ 5-6 സീൻ അഭിനയിച്ചിട്ടുണ്ടോ. അപ്പോൾ മണിയേട്ട ഹാറ്റ്സ് ഓഫ്. അപ്പോൾ മണിയേട്ടൻ ഒരു 5-6 സീനിൽ ഞാൻ കാണുന്നുണ്ട്. പ്രധാനപ്പെട്ട പല സീക്വൻസിലും ഡെൽറ്റ മണിയേട്ടനുണ്ട്. മണിയേട്ടൻ നമ്മുടെ ചങ്ങായിയാണ്. അപ്പോൾ മണിയേട്ടൻ്റെ ലോഡ്ജിൻ്റെ പരിസരത്ത് എന്നൊക്കെ ഷൂട്ടിംഗ് ഉണ്ട്. സൂക്കൻ എന്ന ഒരു ജ്യൂസ് കടയുണ്ട് നമ്മുടെ മാരുതിയുടെ മെയിൻ റോഡ്, മലയാളിൻ്റെ സൂക്ക് ആൻഡ് സൂക്ക്, അതിൻ്റെ ഇരുന്നൊക്കെ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മാരുതി നഗർ എൻ്റെ സ്ഥലം നമ്മുടെ ബാംഗ്ലൂരിലെ മടിവാള മാരുതി നഗർ എന്നൊക്കെ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പടം പോയി കാണുക. നമ്മുടെ മണിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണിയേട്ടൻ 6 സീനോളം മണിയേട്ടൻ ഇതിനകത്തുണ്ട്, ഈ ഫിലിമിലുണ്ട്. അതിൽ 2-3 സ്ഥലത്ത് ഡയലോഗ് തന്നെ ഉണ്ട്. ഒരു സ്ഥലത്ത് പുള്ളി മലയാളം പറയുന്ന മുടി മലയാളം പറയുന്ന ഒരു സീനിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ഒരു തുടക്കക്കാരൻ എന്ന രീതിയിലൊന്നും ഒരു എന്താ പറയുക പതർച്ചൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ പുള്ളി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണിയേട്ട ഇനി അടുത്ത പടത്തിലും വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നന്നായിട്ട് തന്നെ മണിയേട്ടൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഈ പടത്തിൽ പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും 100% നമുക്ക് തൃപ്തി തരുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും 100% തൃപ്തി തരുന്ന ഒരു ഫിലിമാണ്. പിന്നെ നല്ല നല്ല പാട്ടുകളുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ